ചോദ്യം: കോൺഗ്രസിൻ്റെ ആദ്യകാല വാർഷിക സമ്മേളനങ്ങൾ, അധ്യക്ഷന്മാർ എന്നിവരുടെ പട്ടികയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? നമുക്കിവിടെ 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്തത് ഉത്തരം മൂന്നാമത്തെയാണ്, മദ്രാസ് 1887 ഫിറോസ് ഷാ മേത്ത. ചോദ്യം: നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നമുക്കിവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്തത് ഉത്തരം മൂന്നാമത്തെയാണ്, പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായുള്ള കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് മന്നത്തു പത്മനാഭനാണ്. ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോ. ചോദ്യം: ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഭാഗമായ പീഠഭൂമികൾ ഏവ? നമുക്കിവിടെ 4 തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയാണ് ശരി. അതായത് ഒന്നാമത്തെ ഹസാരിബാഗ് പീഠഭൂമി, മൂന്നാമത്തെ റാഞ്ചി പീഠഭൂമി, നാലാമത്തെ മാൾവ പീഠഭൂമി. ചോദ്യം: ഹിമാലയൻ നിരകളിൽ ഏറ്റവും ഉയരമുള്ളതേത്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉത്തരം ഹിമാദ്രി. ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? അതായത് സിങ്കിൻ്റെ അയിരേത് എന്നാണ്, നല്ല അയിരേത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കലാമിൻ. ചോദ്യം: മിതമായ തീവ്രതയിൽ അൾട്രാവയലറ്റ് വികിരണങ്ങൾ ശരീരത്തിൽ ഏത് വൈറ്റമിൻ ഉണ്ടാക്കുന്നു? ഉത്തരം വൈറ്റമിൻ ഡി. ചോദ്യം: ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹമേത്? ഉത്തരം അലുമിനിയം. ചോദ്യം: കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം നിലവിൽ വന്ന ആദ്യ സെൻട്രൽ ജയിൽ ഏത്? ഉത്തരം തവനൂർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? നമുക്കിവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന ഒന്നാമത്തെയാണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്.